ഇന്നത്തെ എപ്പിസോഡിൽ ബാലചന്ദ്രൻ ബാക്കി കാര്യങ്ങളും കൂടി ഗോവർദ്ധനോട് പറയുകയാണ്. അവർ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടു. ബാലേട്ടൻ ചോദിക്കുകയാണ്, നീ ഇന്നലെ ഉറങ്ങിയില്ലേ ഗോവർദ്ധന? നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ. ഇല്ല ബാലേട്ടൻ, ഞാൻ ഒട്ടും ഉറങ്ങിയില്ല. അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ ബാലേട്ടൻ ഇന്നലെ പറഞ്ഞത്. ഒരു ബോംബല്ലേ പൊട്ടിച്ചത്, അതിൻ്റെ നെഞ്ചിലിരുന്ന് വിങ്ങുകയാണ്. ഞാൻ ഇന്നലെ ഉറങ്ങിയതേ ഇല്ല. എന്നാൽ ബാലേട്ടൻ എങ്ങനെയാണ് ഇത്രയും വർഷത്തിന് ശേഷം ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞത്? അത് യാദൃച്ഛികമായി അറിഞ്ഞതാണ്. അലീന കാരണം തന്നെയാണ് അറിഞ്ഞത്. ഒരു ദിവസം അലീനയുടെ ഫോൺ സംഭാഷണം ഞാൻ കേൾക്കാനിടയായി. അലീന കുത്തേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴായിരുന്നു അത്. അപ്പോൾ അലീനയുടെ ഭാഗം കാണിക്കുന്നുണ്ട്. അലീന രേവതിക്കുട്ടിയോട് പറയുകയാണ്, എത്രയൊക്കെ ആയാലും എൻ്റെ ചോരയല്ലേ മോളെ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിച്ചത്. എൻ്റെ അമ്മയും അച്ഛനും കൂടപ്പിറപ്പുകളുമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചത്. ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി. ഞാൻ അങ്ങനെ അലീനയുടെ കോൾ റെക്കോർഡ് ചെയ്തു. ആ സമയത്ത് അലീന വൈജയുടെ അമ്മയുടെ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. ഞാൻ അതിൽ കോൾ റെക്കോർഡർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ട് അലീനയുടെ കോൾ റെക്കോർഡ്സ് എല്ലാം ഞാൻ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. എന്നിട്ട് എൻ്റെ റൂമിൽ പോയിരുന്നു ഞാൻ അത് കേട്ടു. അപ്പോഴാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായത്. അപ്പോൾ രേവതിക്കുട്ടി അലീനയോട് പറയുന്ന ഭാഗം കാണിക്കുകയാണ്. ആ സ്ത്രീയോട് ചേച്ചി പറയണം, നിങ്ങൾ പണ്ട് പിഴച്ച് പ്രസവിച്ച മകളാണ് ഞാനെന്ന് പറഞ്ഞിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങി പോരാൻ എന്നൊക്കെ രേവതിക്കുട്ടി മുമ്പ് പറഞ്ഞ ഭാഗങ്ങൾ കാണിക്കുകയാണ്. ഞാൻ ആകെ ഷോക്കായിപ്പോയി ഗോവർദ്ധന. എനിക്ക് എന്നാലും ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയണമായിരുന്നു. അങ്ങനെ ഞാൻ നീലഗിരിയിലേക്ക് പോയി ഗംഗാട്ടിനെ കാണാൻ വേണ്ടി. ഗംഗാട്ടിനോട് ഞാൻ തുറന്നു ചോദിച്ചു, കല്യാണത്തിന് മുമ്പ് നിങ്ങളുടെ പെങ്ങൾ ഒരു പെൺകുട്ടിയെ പിഴച്ച് പ്രസവിച്ചിരുന്നോ എന്ന് ഒറ്റ ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ശത്രുക്കളുടെ മുന്നിൽ പോലും അടിപതരാത്ത ഗംഗാധര മേനോൻ എൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ നടുങ്ങി വിറങ്ങലിച്ചു പോയി. അപ്പോൾ ഗംഗേട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞോ എന്ന് ഗോവർദ്ധനൻ ചോദിച്ചു. എന്നെ പറയാതെ ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ഗംഗേട്ടന് മനസ്സിലായി. ഗംഗേട്ട എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. എല്ലാവരെയും വെടിവെച്ച് കൊല്ലാനുള്ള ദേഷ്യമായിട്ടാണ് ഞാൻ തിരിച്ചു നാട്ടിലേക്ക് വന്നത്. പക്ഷെ ഞാൻ ആകെ തകർന്നു പോയിരുന്നു. അതുകൂടാതെ ടെൻഷനും. എൻ്റെ ആ ടെൻഷൻ എത്രയാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? കൊല്ലാനും ചാവാനും തീരുമാനിച്ചവൻ്റെ ടെൻഷൻ അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനെ എനിക്ക് അറ്റാക്ക് വന്നു. ഞാൻ ഹോസ്പിറ്റലിലായി. അന്ന് അലീനയാണ് എന്നെ രക്ഷിച്ചത്. അവൾ എന്നെ ശുശ്രൂഷിച്ചു. ആശുപത്രി വാസം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. എൻ്റെ കയ്യിലൊരു ബോംബുണ്ട്, അത് സമയമാകുമ്പോൾ പൊട്ടിക്കണം. അലീനയാണ് എൻ്റെ തുറപ്പ് ചീട്ട്. അങ്ങനെ ഞാൻ അലീനയെ അവിടെ തന്നെ പിടിച്ചു നിർത്തി. അലീന അപ്പോഴും ഒന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷെ വൈജയുടെ പിടിവാശി കാരണം അലീന അവിടെ നിന്ന് പോകാൻ തയ്യാറായി. ആ നിമിഷമാണ് ഞാൻ അലീനയോട് എല്ലാ കാര്യങ്ങളും തുടർന്ന് പറഞ്ഞത്. അവൾ തകർന്നു പോയി. അവളുടെ കാലിൽ വീണു പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ആ സ്നേഹ കാണിക്കുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ വന്നതാണ്, എൻ്റെ അമ്മയെയും കൂടപ്പിറപ്പുകളെയും കാണാനുള്ള കൊതി കൊണ്ട് വന്നതാണ്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ അലീന കരഞ്ഞു പറയുന്ന സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. അന്ന് രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചനും കൂടി വീട്ടിൽ അലീനയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നപ്പോൾ അലീന തിരിച്ചു പോയില്ല. നീ പോയാൽ ഞാൻ ഇതെല്ലാം അവരോടും പറഞ്ഞ് ഈ കുടുംബം ഛിന്ന ഭിന്നമായി പോകുമെന്ന് ഞാൻ പറഞ്ഞു അവളോട്. അതുകൊണ്ട് മാത്രം അലീന അന്ന് പോയില്ല. പക്ഷെ വൈജയുടെ പിടിവാശിയല്ലേ. പിന്നെ അത് കഴിഞ്ഞ് വൈജയുടെ ആങ്ങളമാരെല്ലാവരും കൂടി നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അലീന എൻ്റെ മകളാണെന്ന്. അതോടുകൂടി എല്ലാവരും തൽക്കാലം ഒന്ന് അടങ്ങി. എന്നാലും വൈജയ്ക്ക് സമാധാനമായില്ല. അവൾ അലീനയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടേ അവൾ അടങ്ങൂ. ഇതായിപ്പോൾ അലീന പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്തായാലും അവൾ പോകും. എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്ത സഹായങ്ങൾ എനിക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ കുടുംബത്തിന് നേരെയാക്കിയത് അവളാണ്. കൈവിട്ടു പോകുമായിരുന്ന എൻ്റെ മക്കളെ എല്ലാം അവൾ നേർവഴിക്ക് നയിച്ചു. എനിക്ക് അവളോടുള്ള കടപ്പാട് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ അവൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ഞാൻ ഏറ്റവും വിറക്കേണ്ട ആളാണ് സ്റ്റാൻലി ജോസഫ്. അവൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് അയാളുടെ വീട്ടുപടിക്കൽ പോയത്. അവളെ മകളായി കണ്ട് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട്. അവൾ പോകുമെന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് പറഞ്ഞിടാൻ എനിക്കാകില്ലല്ലോ. എനിക്കും ഒരു കടമയില്ലേ? എനിക്ക് അവളോട് ഒരുപാട് കടപ്പാടുണ്ട്. പ്രവർത്തനം കാറ് നിർത്തിയിട്ട് പറയുകയാണ്. ബാലേട്ടൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ബാലേട്ട എന്നോട് ക്ഷമിക്കണം. ഞാൻ ബാലേട്ടനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാനും വിചാരിച്ചു ആർക്കും വേണ്ടാത്ത ഈ അലീനയെ ബാലേട്ടൻ എന്തിനാണ് കൈവിടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഞാനും സുലുവും കൂടി വീട്ടിലിരുന്ന് ബാലേട്ടനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോഴാണ് ബാലേട്ട എല്ലാം മനസ്സിലായത്. ഞാൻ ഇപ്പോൾ എല്ലാം മനസ്സിലാക്കുന്നു. ബാലേട്ടൻ്റെ ആ വലിയ മനസ്സ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നോട് ക്ഷമിക്കണം ബാലേട്ട എന്ന് പറയുന്നു. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയുകയാണ്, ഞാൻ ഒന്നുമല്ല ഗോവർദ്ധന, ഞാൻ വെറും പുഴുവാണ് എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്.